ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. എനിക്ക് ഇവിടെ നിങ്ങൾ ഈ ബൈബിളിൽ ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു എന്നെഴുതിയിരിക്കുന്നു. ആ പദം വിട്ടുപോകരുത്. ചേർന്ന് നടന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ചേർന്ന് നടന്നു. നമുക്ക് ഒരാളുടെ കൂടെ നടക്കാൻ പറ്റും, അകന്ന് നടക്കാൻ പറ്റും, പുറകിൽ നടക്കാൻ പറ്റും, ഫ്രണ്ടിൽ നടക്കാൻ പറ്റും. ചേർന്ന് നടക്കുക എന്ന് പറയുന്നതിനകത്ത് ഭയങ്കര ഒരു ആത്മീക മർമ്മം മറഞ്ഞിരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഈ ക്ലെയോപ്പാവും മേരിയും വളരെ നിരാശരാണ്. അവരുടെ മനസ്സിലൊരു സന്തോഷമില്ല. അതുകൊണ്ടാണ് അനുഗ്രഹത്തിൻ്റെ നന്മയുടെ പട്ടണമായ ജെറുസലേം വിട്ടിട്ട് അവർ എമ്മൗസിലേക്ക് പോകാൻ ക്ലെയോപ്പാവും മേരിയും തീരുമാനിച്ചത്. ആ ഗ്രാമത്തിലേക്ക് അവർ നടക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. എന്നാൽ യേശു അവരോട് ചേർന്ന് നടന്നു എന്ന് പറയുമ്പോൾ ആ ആത്മീയ സന്ദേശത്തിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സത്യം, എപ്പോഴും നമ്മുടെ മനസ്സിലൊരു നിരാശയോ തകർച്ചയോ വരുന്ന ആ ഗ്യാപ്പിലാണ്, ആ വിടവിലാണ് സാത്താൻ നമ്മുടെ അകത്ത് കയറുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യം നടന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊന്നും സംഭവിച്ചില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിടുതൽ ഉണ്ടായില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മൂവ് ആയില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ബിസിനസ്സിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ടായില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആ ഫാമിലി ലൈഫ് അനുഗ്രഹിക്കപ്പെട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടില്ല. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് ഹൈലി എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നില്ല. ആ സമയത്ത് നമ്മുടെ അകത്ത് കയറുന്ന ഒരു നിരാശയുണ്ട്. ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഡൗൺ ആകുന്ന ഒരു അനുഭവമുണ്ട്. ഇവിടെ ആ സമയത്തെ, ആ സാഹചര്യത്തെ, ആ ഗ്യാപ്പിനെ, ആ വിടവിനെ പിശാച് മുതലെടുക്കുന്നു. ആ വിടവിലൂടെ അവൻ്റെ അകത്ത് കയറി സാത്താൻ പലപ്പോഴും പറയുന്നു, എല്ലാം കഴിഞ്ഞില്ലേ, എല്ലാം അവസാനിച്ചില്ലേ, ഇനി എന്തിനാ ജീവിക്കുന്നത്, മരിച്ചു കളഞ്ഞേക്ക്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്ക്, അല്ലെങ്കിൽ നിനക്കിനി ഒരു മിനിസ്ട്രി ഇല്ല, നിനക്കിനി ഒരു ഫാമിലി ഇല്ല, നിന്റെ മക്കൾ ഇനി നന്നാകാൻ പോകുന്നില്ല, നിന്റെ ഭവനത്തിൽ ഇനി ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല, ഈ സാമ്പത്തിക വിഷയത്തിൽ ഒരു വിടുതലും സംഭവിക്കില്ല, നിനക്കിനി ആ നന്മ വെളിപ്പെടാൻ പോകുന്നില്ല. ഈ ഗ്യാപ്പിലൂടെ സാത്താൻ അകത്ത് കയറി വന്ന് കുറേയും കൂടെ നിന്നെ ഡൗൺ ആക്കി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഈ ഒരു ഡിപ്രസ്ഡായി നിരാശപ്പെട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തെ, ആ ഒരു ബലഹീന അവസരത്തെ പിശാച് വിടവുകളിലൂടെ കയറി വന്ന് മുതലെടുത്താണ് പലരെ ആത്മഹത്യയിലേക്ക് ഒരു കുപ്പി വിഷത്തിലും ഒരു കയറിലുമൊക്കെ സാത്താൻ തീർത്തു കളഞ്ഞത്. എന്നാൽ ഈ കുടുംബം നിരാശപ്പെട്ടിരിക്കുമ്പോൾ പിശാചിന് കയറി വരാൻ വിടവുകളില്ലാതെ യേശു താനും അവരോടുകൂടെ ചേർന്ന് നടന്നു. ശത്രുവിന് ഗ്യാപ്പ് കൊടുക്കാതെ ദൈവ സാന്നിധ്യം ആ ഗ്യാപ്പുകളെ അവിടെ ഫില്ല് ചെയ്യുകയാണ്. സഹോദര സഹോദരി, താങ്കളോട് നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ സാധിച്ചില്ല, നിങ്ങൾ വളരെ എക്സ്പെക്റ്റേഷനിലായിരുന്നു, നിങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലായിരുന്നു. എനിക്കറിയത്തില്ല, വീണ്ടും അതിൽ നിന്ന് തന്നെ കർത്താവ് സംസാരിക്കുകയാണ്. ഇതാരോടുള്ള ഒരു ദൂതാണ്. വളരെ നിങ്ങൾ ഹൈലി എക്സ്പെക്റ്റേഷനോടുകൂടെ ആയിരുന്നു, പക്ഷേ ആ എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റായിട്ട് നടന്ന സംഭവം നിങ്ങളെ ഡൗൺ ആക്കിയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിരാശപ്പെടരുത്, മനസ്സ് ഇടിഞ്ഞു പോകരുത്. ഇതാ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ആ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് സ്വർഗം അത് റെസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. സ്വർഗം അത് റെസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. നോക്കിയേ, ഇവരോട് കൂടെ കർത്താവ് ചേർന്ന് നടക്കുന്നു. ദൈവം മനുഷ്യരുടെ കൂടെ നടക്കുന്നു, ദൈവം അവരോടൊപ്പം നടക്കുന്നു. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് പ്രിയരെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്ന് തന്നെ ഇവർക്ക് പ്രത്യക്ഷമായി എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആർക്കെല്ലാം അവന് പ്രത്യക്ഷനാകാനുണ്ട്, ശിഷ്യഗണങ്ങളുടെ അടുക്കൽ പോകാനുണ്ട്, അവരെ ഉറപ്പിക്കുവാനുണ്ട്, പലർക്കും കർത്താവിന് പ്രത്യക്ഷപ്പെടുവാനും അവരോട് ചില കാര്യങ്ങൾ അറിയിപ്പാനും ഒക്കെയുണ്ട്. എന്നാൽ തൻ്റെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച്, ഞാൻ അങ്ങനെ ഒരു പദം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ,
തൻ്റെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് ഈ കുടുംബത്തിൻ്റെ കൂടെ 11 കിലോമീറ്റർ 7 മൈൽ ഇവരുടെ കൂടെ നടക്കാൻ യേശു തീരുമാനിക്കുന്നു. ഓർത്തേ, ഹല്ലേലൂയ. 11 കിലോമീറ്റർ നടക്കണമെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വേണ്ടേ പ്രിയരെ? 1.5 മണിക്കൂറില്ലാതെ നടക്കാൻ പറ്റൂ? 2 മണിക്കൂർ വേണം. അതിൽ കൂടുതൽ വേണമെങ്കിലേ ഉള്ളൂ. 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം ഒരു 11 കിലോമീറ്റർ നോർമലി ഓടാതെ നടന്നു പോകാൻ. അങ്ങനെയാണെങ്കിൽ കർത്താവ് അവരുടെ കൂടെ മിനിറ്റുകളല്ല മണിക്കൂറുകളാണ് ആ കുടുംബത്തിൻ്റെ കൂടെ അവരറിയാതെ അവരോടൊപ്പം നടന്ന് സ്പെൻഡ് ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്ന് തന്നെ. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാവോ? യേശു കർത്താവിൻ്റെ കാൽവറി മരണം വെളിപ്പെട്ടപ്പോൾ, പീഡസഹനങ്ങൾ വെളിപ്പെട്ടപ്പോൾ, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വെളിപ്പെട്ടപ്പോൾ, ശിഷ്യന്മാർ ഉൾപ്പെടെ പലരും ഓടിപ്പോയപ്പോൾ, പലരും അവനെ മറന്നുപോയപ്പോൾ, പലരും അവനെ പരിഹസിച്ചപ്പോഴും തൻ്റെ പ്രതിസന്ധിയുടെ, വേദനയുടെ, യാതനയുടെ, പീഡനത്തിൻ്റെ, ക്രൂശ് മരണത്തിൻ്റെ നടുവിലും ആ കുരിശിൻ്റെ ചുവട്ടിലും ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായ മേരി, മറിയ ഉണ്ടായിരുന്നു പ്രിയരെ. യേശു കർത്താവിൻ്റെ വേദനയിൽ, പ്രയാസത്തിൽ, വെല്ലുവിളികളിൽ, കഷ്ടതയിൽ ഒപ്പം നിന്നൊരു കുടുംബമാണത്. ആ കുടുംബത്തിനൊരു നിരാശ വന്നപ്പോൾ, ആ കുടുംബത്തിനൊരു വേദന വന്നപ്പോൾ, ആ കുടുംബത്തിനൊരു വെല്ലുവിളി ഉണ്ടായപ്പോൾ, അവരുടെ മനസ്സ് തകർന്നപ്പോൾ യേശു തൻ്റെ പ്രോഗ്രാം എല്ലാം മാറ്റുകയാണ്. കർത്താവ് അവരുടെ കൂടെ നടക്കുകയാണ്. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി നിന്റെ ഒരു കുഞ്ഞു വിരളെങ്കിലും നീ അനക്കിയിട്ടുണ്ടോ? കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്റെ ചുമൽ നീ കൊടുത്തിട്ടുണ്ടോ? കർത്താവിൻ്റെ രാജ്യത്തിനോ അവൻ്റെ നാമത്തിനോ വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈ ആയുസ്സിൽ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ഒരാവശ്യങ്ങളെയും മുടക്കാതെ, നിന്റെ ഒരാവശ്യങ്ങളെയും മുടക്കാതെ, നിന്റെ സകല വിഷയങ്ങളിലും നിനക്ക് വേണ്ടി ഇടപെടുന്ന, നിന്റെ വേദനയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ മറന്നു കളയാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവത്തെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനെയാണ് ഇന്ന് നമ്മൾ സേവിക്കുന്നത് പ്രിയരെ. ഹല്ലേലൂയ.